ബുദ്ധിശക്തി ആരോഗ്യവും വസ്തുവക സമ്പാദ്യവും ബന്ധങ്ങളും അതേ ആഴങ്ങളും അർപ്പിക്കും യേശുവേ തൃപ്പാദേ ഞാൻ. അത്യന്ത ശക്തി എന്നിൽ പകർന്നവനേ, എന്റേതെന്നു ചൊല്ല ഒന്നുമില്ലയേ, ഒന്നുമില്ലയേ, പുകഴുവനൊന്നുമില്ലയേ, സർവവല്ലവൻ യേശുവേ. ദൈവ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവചന പഠനത്തിനായി നമ്മൾക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരം മലിനപ്പെടാതെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ വിവിധ തലത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവയവങ്ങളുടെ പ്രാധാന്യങ്ങളും അതിലൂടെ എങ്ങനെ മലിനത നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാകുന്ന നമ്മുടെ ശരീരം എങ്ങനെ നശിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടേതായ ഈ ശരീരത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നതായ ഈ ശരീരത്തെ മലിനപ്പെടുത്തുന്നതെന്നും അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതെന്നും നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രത്യേകമായിട്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൽപ്പനകളൊക്കെ കൊടുക്കുമ്പോൾ, നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്, നിങ്ങളൊരു ദേശത്തായിരിക്കുമ്പോൾ എപ്രകാരമായിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 34-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ വളരെ വ്യക്തമായിട്ട് ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമുക്കറിയാമല്ലോ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ, ഒരു ആണും ഒരു പെണ്ണും തമ്മിലുള്ളതായ ബന്ധങ്ങൾക്കാണ്, അതിലൂടെയാണ് ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലയോ. ഒരു പെണ്ണൊരു ചെറുക്കനെ കല്യാണം കഴിക്കുന്നുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധത്തിലേക്ക് വരുന്നു, അവരുടെ ബന്ധുമിത്രാദികളുമായിട്ട് ബന്ധത്തിലേക്ക് വരുന്നു. അപ്പോൾ വിവാഹ ബന്ധമാണ് ഭൂമിയിൽ ഉണ്ടാകുന്നതായ ഒന്നാമത്തെ ബന്ധം. ആ ബന്ധത്തിലൂടെ മറ്റുള്ള ബന്ധങ്ങൾ കൂടുതൽ വരികയാണ്. നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ വിശുദ്ധ ജനമാകുന്നു. നമ്മളെന്താണ് കൊരിന്ത്യ ലേഖനത്തിൽ പഠിച്ചത്? ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം, അത് വിശുദ്ധം, ദൈവം വിശുദ്ധമാണ്, വിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം വസിക്കുന്നതായ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോൾ ഈ ശരീരത്തെപ്പറ്റി ആ വിശുദ്ധിയുടെ അനുഭവത്തിലാണ് അവിടെ പറയുന്നത്, യഹോവയ്ക്കൊരു വിശുദ്ധ ജനമാണ്. അപ്പോൾ നമ്മുടേതായ വാക്കിൽ മാത്രമല്ല, മറിച്ച് നമ്മുടേതായ ജഡീകമായ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ പോലും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നീ കൈവശമാക്കുവാൻ, ഞാൻ വായിക്കുന്നത് ആവർത്തന പുസ്തകം 7-ാം അധ്യായം, അവിടെ ചെല്ലുമ്പോൾ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തെ നമ്മളെ ദൈവം ആക്കിയിരിക്കുകയാണ്. ഈ ഭൂമിയുടെ ഏത് കോണിലും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ആക്കുകയാണ്. നമ്മൾ ജനിച്ചതൊരു സ്ഥലത്തെങ്കിൽ ആ ജനിച്ചിടത്ത് നിന്ന് ജോലിയോടും മറ്റുള്ള ബന്ധത്തിൽ നമ്മൾ പല ഇടങ്ങളിലായിട്ട് ചിതറി പാർക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി പാർക്കുമ്പോഴും അവിടത്തേതായ ഒരു ജനസമൂഹം അല്ലെങ്കിൽ ജാതികളുടേതായ അങ്ങനെയുള്ളതായ ഒരു കൂട്ടം ആൾക്കാർ അവിടെ കാണും. ദൈവത്തെ അറിയാതെ മറ്റു ദേവന്മാരെ ആരാധിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളതായ മ്ലേച്ഛമായ രീതിയിലൊക്കെ ജീവിക്കുന്നവർ കാണും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുമായി വിവാഹബന്ധം ചെയ്യരുത്.
ആവർത്തന പുസ്തകം 7:3 പറയുന്നത്, അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. ഇതാ പ്രിയമുള്ളവർ, നമ്മൾ 2 കൊരിന്ത്യർ 6:14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചത്. അവിശ്വാസിയുമായി ഇണയില്ല പിണ കൂടരുത്. ആ ബന്ധം നിന്നെ തകർക്കും, ആ ബന്ധം നിന്നെ നിന്റെ ദൈവത്തിൽ നിന്നും അകറ്റും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കും, പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ പഴയ നിയമത്തിൽ പറഞ്ഞതിനെ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിലാണ് ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലൂടെയും പറയുന്നത്. ബന്ധങ്ങൾ നമ്മളെ തകർക്കുവാനും നമ്മളെ നശിപ്പിക്കുവാനും ഒക്കെ ഇടയായിട്ട് തീരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും അധികം ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ ബന്ധമുണ്ടാകുന്നതിലൂടെ നമുക്ക് നഷ്ടമുണ്ടാകുന്ന എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ദോഷം എവിടെയാണ് സംഭവിക്കുന്നത്? അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ. നമ്മൾ ഓർക്കുമ്പോൾ ഒരു കല്യാണം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കെട്ടിയതുകൊണ്ടോ എന്താണ് ദോഷം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ടോ, അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ തക്കവണ്ണം അവൻ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ചു നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചത്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 6:14 വാക്യം, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? കാരണം നമ്മളുടെ ശരീരത്തെപ്പറ്റി പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 2 ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ബന്ധങ്ങളിലൂടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ട് നമ്മളെ ജീവനുള്ള ദൈവത്തിൽ നിന്നും പിശാച് അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബന്ധങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം നമ്മൾ പഠിക്കേണ്ടത്. കാരണം നമ്മൾ ഓരോ ബന്ധങ്ങളിലും ചെന്ന് ചാടുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാവൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഞാനൊരു ഉദാഹരണം നമ്മൾ 1 രാജാക്കന്മാർ 11 അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു വലിയ പരാജയത്തെ, ബന്ധങ്ങൾ ദൈവത്തിൽ നിന്നും അവനെ അകറ്റുന്നതിനെ പറ്റിയാണ് നമ്മളവിടെ വായിക്കുന്നത്. നിങ്ങൾ സമയമെടുത്ത് അത് വായിക്കണം. എന്നാൽ ഞാൻ അതിൻ്റെ അകത്ത് വളരെ 1-2 വാക്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ശലോമോൻ രാജാവിന് സംഭവിച്ചതായ, അവൻ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെ അവൻ സ്നേഹിച്ചു. അപ്പോൾ ശലോമോൻ അനേക ഭാര്യമാരുണ്ടായിരുന്നു, വെപ്പാട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അന്യജാതികളായവരെ സ്നേഹിച്ചു. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ പറയുകയാണ്, ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകളാണ്. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അപ്പോൾ ഇവിടെ രാജാവായിരുന്നു, ശലോമോന് ജ്ഞാനം കൊടുത്തിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ നിൽക്കുന്നുവെന്ന് തോന്നുന്നതായ ആ ഒരു ആത്മീയ ഭക്തിയുടെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് വന്ന പരാജയം എവിടെയാണ്? മറ്റൊന്നും അവരെ തോൽപ്പിക്കുവാനായിട്ട് കഴിയാതെ വരുമ്പോൾ ആ ബന്ധങ്ങളാണ് അവരെ തകർത്തത്, ദൈവത്തിൽ നിന്നും അകറ്റിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം താഴെ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 രാജാക്കന്മാർ 11 അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നെന്തോ, ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. തന്നെയുമല്ല, അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പ്രിയമുള്ളവരെ, എവിടെയാണ് ഈ പരാജയം സംഭവിച്ചത്?
നമ്മുടെ ശരീരത്തെ ദൈവം വളരെ മനോഹരമാക്കി തന്നിരുന്നിട്ട് നമുക്കൊത്തിരിയും നിർദ്ദേശങ്ങളും ദൈവം തന്നു. എന്നാൽ ഇത് ഒരു പെട്ടെന്ന് ഒറ്റയടിക്ക് സംഭവിക്കുന്നതായ ഒരു പ്രശ്നമല്ലിത്. ശലോമോൻ ഇതെല്ലാം മറ്റുള്ളതായ ജാതികളായിട്ടുള്ളവരെയും അല്ലെങ്കിൽ അവിശ്വാസികളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളുണ്ടായി. ആ ഉണ്ടായ നിമിഷം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അന്യദേവന്മാരിലേക്ക് പോയില്ല. അവിടെ വായിക്കുന്ന എന്താ? അവൻ വയോധികനായപ്പോൾ, വൃദ്ധനായപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ പിശാചിൻ്റെ തന്ത്രം അവിടെ ഫലിച്ചു. പിശാചിന് ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, ഈ യഹോവയിൽ നിന്നും അവനെ അകറ്റുക. പ്രിയമുള്ളവരെ, വയോധികനായപ്പോൾ അവൻ്റെ ഭാര്യമാർ അവനെ വശീകരിച്ച് അവനെ യഹോവയെങ്കിൽ നിന്ന് ഈ മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്ക് അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു മാറ്റി. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ മുന്നറിയിപ്പ് നമുക്ക് തരിക. ഒരു പക്ഷേ നമ്മുടെ തലമുറകളോ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, അത് പ്രിയമുള്ളവരെ നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാനൊരു ദൈവ പൈതലാകുന്നുവെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവകൃപയുണ്ടെങ്കിൽ അവരെ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ പിശാചിന് വിട്ടുകൊടുക്കരുത്. ബന്ധങ്ങളിലൂടെ അത് മലിനപ്പെടരുത്. പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ വീണ് പോയി കഴിയുമ്പോൾ, തലമുറകളൊക്കെ തെറ്റിലേക്ക് പോയി കഴിയുമ്പോൾ മാതാപിതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, കുഴപ്പമില്ല അച്ഛാ, ക്രമേണ അവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റും. കാരണം അവൻ അബദ്ധത്തിൽ അവിടെ പോയി, അല്ലെങ്കിൽ അവൻ അങ്ങനെ വീണ് പോയി. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അവരെ നമുക്ക് നേടുവാനായിട്ട് കഴിയും. ചിലരൊക്കെ പറയും, ഞാൻ ഒരാളെയും കൂടെ, ഒരു ആത്മാവിനെ കൂടെ നേടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടേതായ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉറപ്പ് വരുത്തണം അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത്. കാരണം പിശാച് തന്ത്രശാലിയാണ്. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ നന്നായിട്ട് അറിയണം. ക്രമേണ ഈ ബന്ധങ്ങളിലൂടെയാണ് പിശാച് നമ്മളെ മറ്റതിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവിശ്വാസിയുമായിട്ട് ഒരു തരത്തിലും ഒരു ബന്ധം അതങ്ങനെ കാണും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റണം. എനിക്ക് ഒത്തിരി മാതാപിതാക്കളെ അറിയാം, അങ്ങനെയുള്ള ബന്ധങ്ങളെ സമ്മതിക്കാതെ, കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ അവിശ്വാസിയുമായിട്ട്, ഇങ്ങനെയുള്ളതായ ജാതികളുമായിട്ട് ബന്ധം കൂടി ഈ വിശ്വാസത്തെ തകർത്ത് അവരുടെ നിത്യത നഷ്ടപ്പെടരുതെന്ന് വളരെ കർശനമായി, ഈ ഭൂമിയിൽ ഒരു വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു വിശുദ്ധ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അത് പരിശുദ്ധിയുടെ ആത്മാവാണ്. അതിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ബന്ധങ്ങൾ നമ്മളെ മലിനപ്പെടുത്തരുത്. നമുക്കതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഭൂമി ഞങ്ങൾക്ക് തന്നതായ ഈ നല്ല ജീവിതത്തിനായിട്ട് സ്തോത്രം. ഈ ജീവിതം ഏറ്റവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ ഒന്നും ഞങ്ങളെ കർത്താവെ മലിനപ്പെടുത്തുവാൻ ഇടയാകരുത്. പ്രത്യേകിച്ച് കർത്താവെ, ഈ ലോകത്തിലെ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു ബന്ധവും ഞങ്ങൾക്കോ ഞങ്ങളുടെ തലമുറകൾക്കോ ഉണ്ടായിട്ട് കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതായ പരിശുദ്ധമായ മന്ദിരമാകുന്ന ഞങ്ങളുടെ ശരീരം മലിനപ്പെടുകയോ, ഞങ്ങളുടെ കർത്താവെ ഹൃദയത്തെ ഞങ്ങളുടെ യഹോവയെങ്കിൽ നിന്നും ഞങ്ങളുടെ വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് മറ്റുള്ളതായ കർത്താവെ ദേവന്മാരിലേക്കോ, കർത്താവെ മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്കോ, അല്ലെങ്കിൽ കർത്താവെ നാശത്തിലേക്കോ, പിശാചിൻ്റെ കെണിയിലോ അകപ്പെട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, ദൈവത്തിന് ഹിതമുള്ള ബന്ധങ്ങളിൽ മാത്രം പ്രവേശിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. കൃപ കൂടെ ഇരിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. അഥവാ ആരെങ്കിലും അങ്ങനെയുള്ള ബന്ധങ്ങളിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവരെ അതിൽ നിന്നും അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാക്കി മുൻപോട്ട് നിത്യത നഷ്ടപ്പെടാതെ ജീവിപ്പാനുള്ള കൃപ കൊടുക്കണം. യേശു നാമത്തിൽ തന്നെ. ആമേൻ.